അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നരകത്തിന്റെ 7 തട്ടുകളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയുള്ള ഭാഗമാണ് ജഹന്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നരകത്തിന്റെ തീനാളങ്ങൾ മനുഷ്യന്റെ ശരീരത്തെ സ്പർശിക്കുക പോലും ചെയ്യാത്ത ഭാഗമാണ് ജഹന്നം. തീനാളങ്ങൾ മനുഷ്യന്റെ ശരീരത്തെ തൊടുക പോലുമില്ല ജഹന്നമിൽ. ഒന്നാമത്തെ തട്ടില് തീനാളങ്ങൾ ശരീരത്തെ സ്പർശിക്കുന്നില്ല. തീനാളങ്ങൾ മനുഷ്യന്റെ മുഖത്തിന്റെ മുമ്പിലൂടെ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. തീയുടെ നാളങ്ങൾ തന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്ക് എന്താ മനുഷ്യന് സംഭവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ജഹന്നമിലുള്ളത്. ആ നരകത്തെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും അതിന്റെ ശേഷം വരാനുള്ള കാഠിന്യം എത്രയാണെന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയുള്ള ഒരാളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇന്നഹു വനഹ്ലിന്നാരി അദാബൻ ഫി യൗമൽ ഖിയാമ. നരകാവകാശികളിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയുമോ? അവന്റെ ചെരുപ്പടിക്കാലിന്റെ താഴെയായി, അവന്റെ കാൽപാദങ്ങൾക്ക് താഴെയായി ഒരു തീക്കനൽ അല്ലാഹു കൊണ്ടുവന്ന് വെക്കുകയാണ്. കാൽപാദങ്ങൾക്ക് താഴെ കിടക്കുന്ന കനലുകൾ ആ കനൽ കട്ടയുടെ ചൂടുകൊണ്ട് തിളച്ച് മറിയുകയാണ്, വെന്തു മറിയാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യന്റെ തലച്ചോറ്. ആലോചിച്ചു നോക്കണേ, നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണത്. അപ്പോൾ പിന്നെ കൂടിയ ശിക്ഷയുടെ കാര്യമോ? ഏറ്റവും ലഘുവായ ശിക്ഷ ഇത് ലഭിക്കുന്നയാള് അബൂ ത്വാലിബാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, പ്രവാചകനെ വല്ലാതെ സംരക്ഷിച്ചു. പക്ഷേ തറവാടിൽ തന്റെ സ്ഥാനം നഷ്ടമായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ മടിയോടെ മാറി നിന്നതുകൊണ്ട്, കുഫറിലായി മരിച്ചു പോയതുകൊണ്ട് അബൂ താലിബിനാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫി തുറാബി ദഫീനാ. റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യനാണ്, പക്ഷേ വിശ്വാസിയാകാൻ മടിച്ചു നിന്ന ആളാണ്, വിശ്വാസിയാകാതെ മരിച്ചുപോയ ആളാണ്. ആള് നാളെ നരകത്തിൽ വീഴുമ്പോ ആ മനുഷ്യനാണ് അല്ലാഹു ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്നത്. ആ ശിക്ഷയാണ് പറയുന്നത്, കാൽപാദങ്ങൾക്ക് താഴെ കനൽ കട്ടകൾ കൊണ്ടുവന്നു വെക്കുമ്പോ ആ കനലിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ആ മനുഷ്യന്റെ തലച്ചോറ് കലങ്ങിപ്പോകുമെന്ന്, തലച്ചോറ് വെന്ത് ഉരുകിപ്പോകുമെന്ന്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും കുറഞ്ഞ ഒരു ശിക്ഷയാത്. നരകത്തിന്റെ തീനാളങ്ങൾ മനുഷ്യരുടെ മുഖത്തിന്റെ മുമ്പിലൂടെ ഒന്ന് കടന്നുപോയാൽ അല്ലാഹു തആല പറയുകയാണ്, ആ മനുഷ്യന്റെ രൂപമാകെ വികൃതമാകുമത്രേ എന്നുള്ള ഈ സൗന്ദര്യം മുഴുവനും നശിച്ചു പോകും. എല്ലാ സൗന്ദര്യവും നശിച്ചുപോയി. മനുഷ്യൻ ഒരു വികൃത രൂപിയായി മാറുമത്രേ. കാണാൻ അഴകില്ലാത്ത, കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന, അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ഒരു ഭീകരമായ ബീഭത്സമായ രൂപമായി നരകാവകാശി മാറുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വതൽഫഹു വുജൂഹഹുമുന്നാർ വഹും ഫീഹാ കാലിഹൂൻ. തീനാളങ്ങൾ അവന്റെ മുഖത്തിന്റെ മുമ്പിലൂടെ ഒന്ന് പോയാൽ മതി, അവൻ പല്ലിളിച്ച് കാണിക്കാൻ തുടങ്ങുമെന്ന് ഖുർആൻ.
നരകത്തിന്റെ തീ നമ്മുടെ മുമ്പിലൂടെ ഒന്ന് പാളിപ്പോയാൽ മതി, നമ്മൾ പല്ലിളിക്കാൻ തുടങ്ങും. എങ്ങനെ എളിക്കുന്നത്? മഹാനായ തഴവ ഉസ്താദിന്റെ ഒരു കവിതാ ശകലം ഞാൻ ഈ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുകയാ. നരകാവകാശിക്കുണ്ടാകുന്ന ആദ്യത്തെ ശിക്ഷ കിട്ടുമ്പോ അവന്റെ ശരീരത്തിനുണ്ടാകുന്ന രൂപമാറ്റമാണ് ആ കവിതാ ശകലത്തിലൂടെ അവതരിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. തല ഉച്ചി വരമേൽ ചുണ്ടിരിഞ്ഞവരാണേ, കീഴ്ചുണ്ട് പൊക്കിൽ വരെ വിടർന്നതുമാണേ. നരകത്തിന്റെ തീനാളങ്ങൾ ആദ്യമായി മനുഷ്യന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവനുണ്ടാകുന്ന മാറ്റമാണ് പറയുന്നത്. അവന്റെ മേൽചുണ്ട് അത് തലയുടെ ഉച്ചി വരെ ഇരിഞ്ഞു പോവുകയാണ്. അവന്റെ താഴെ കിടക്കുന്ന ചുണ്ടുണ്ടല്ലോ, അത് പൊക്കിൽ വരെ വിടർന്നു പോവുകയാണ്. ഒന്നാലോചിച്ചു നോക്കണേ, രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ വിടർന്നു പോയാൽ എന്തൊരു ഭീകരമായ രൂപമാണത്, ബീഭത്സമായ രൂപമാണത്. ഈ അടുത്ത കാലത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വൈറലായി വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കേരളത്തിൽ എവിടെയോ ജീവിക്കുന്ന എൽദോ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ചിത്രമാണ്. അദ്ദേഹം കള്ളുകുടിച്ച് നന്നായിട്ട് വീശി ഉന്മത്തനായി ഒരു ഓവുചാലിൽ വീണ് കിടക്കുന്ന സമയത്ത് ഒരു നായ വന്നിട്ട് അദ്ദേഹത്തിന്റെ മൂക്കും അദ്ദേഹത്തിന്റെ ചുണ്ടുകളുമെല്ലാം കടിച്ചെടുത്ത് കൊണ്ടുപോയി. നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടോ? എൽദോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അവൻ കള്ളുകുടിച്ച് ഓവുചാലിൽ വീണ് കിടക്കുന്ന സമയത്ത് അവന്റെ മൂക്കും ചുണ്ടുകളുമെല്ലാം ഒരു തെരുവ് പട്ടി വന്ന് കടിച്ചു കൊണ്ടുപോയി. അപ്പൊ ഈ മനുഷ്യൻ ജനങ്ങളുടെ മുന്നിൽ നടക്കാൻ വേണ്ടി കൃത്രിമമായ മൂക്കും കൃത്രിമമായ ചുണ്ടുകളും ഫിറ്റ് ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അവസാനം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ യഥാർത്ഥമായ രൂപമൊന്ന് കാണിച്ചു തരാമോ? മദ്യത്തിന്റെ ഭവിഷ്യത്തുകൾ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ. കാരണം മദ്യപിച്ച് ഉന്മത്തനായി കിടന്നപ്പോഴാണല്ലോ ഈ ഭവിഷ്യത്തുണ്ടായത്. പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി എൽദോ തന്റെ കൃത്രിമമായ മൂക്കും ചുണ്ടുകളുമൊക്കെ എടുത്തു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊരു ഭീകരമായ കാഴ്ചയാണ്, ബീഭത്സമായ കാഴ്ചയാണ്. ഇന്ന് നമ്മെ കാണുമ്പോ നല്ല സൗന്ദര്യമുണ്ട്, കാണാൻ അഴകുള്ളവരാണ്, ഭംഗിയുള്ളവരാണ്. കാരണം അല്ലാഹു നമുക്ക് മനോഹരമായ മൂക്ക് തന്നിട്ടുണ്ട്, മനോഹരമായ ചുണ്ടുകൾ കൊണ്ട് നമ്മുടെ പല്ലുകളും വായുവുമെല്ലാം അടച്ചു വച്ചിട്ടുണ്ട്. ഇതെങ്ങാനും അങ്ങ് നഷ്ടമായി പോയാൽ ആരും കണ്ടാൽ വെറുക്കുന്ന രൂപമായി നമ്മൾ മാറുമത്രേ. നരകത്തിൽ കടന്ന് ആദ്യത്തെ തീനാളം നമ്മുടെ ശരീരത്തിന്റെ അരികിലൂടെ ഒന്ന് കടന്നു പോകുമ്പോ രണ്ട് ചുണ്ടുകൾ രണ്ട് ഭാഗത്തേക്ക് ഇരിഞ്ഞു പോവുകയാണ്, ബീഭത്സമായ രൂപമായി മാറുകയാണ്. ഹബീബായ നമ്മുടെ പ്രവാചകന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ഖറജ റജുലുൻ മിൻ അഹ്ലിൻ നാരി ഇല ദുനിയാ, നരകത്തിൽ പോയ ഒരാൾ ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് സങ്കൽപ്പിച്ചാൽ ആ നരകാവകാശിയെ കാണാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട്, അവന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുസ്സഹമായ ദുർഗന്ധം അത് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മരിച്ചു വീഴേനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നരകത്തിൽ ഒരു പ്രാവശ്യം പോയി ആ ചൂടും പുകയും തീനാളങ്ങളുടെ വീശലുമൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവനെ കണ്ടാൽ മതി ലോകത്തുള്ള ആളുകൾ അറ്റാക്ക് സംഭവിച്ചു വീണുപോകും. അവന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുസ്സഹമായ ദുർഗന്ധം അത് സഹിക്കാൻ കഴിയാതെ ആളുകൾ ഹൃദയം സ്തംഭിച്ച് മരിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് മറക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇതൊക്കെ ഞാൻ പറയുന്നു ജഹന്നം എന്ന് പറയുന്ന ഏറ്റവും ശിക്ഷ കുറഞ്ഞ ഭാഗത്തുള്ള അനുഭവമാണ്.
അപ്പോൾ പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളോ? ആർക്കാണ് പ്രിയപ്പെട്ടവരെ ജഹന്നം എന്ന നരകം അല്ലാഹു ഒരുക്കി വച്ചത്? സൂറത്തുൽ ആറാഫിലൂടെ അല്ലാഹു തആല പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു ആയത്തുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ഇൻസി മിനൽ ജിന്നി വൽ ഇൻസ്. ജഹന്നമിന് വേണ്ടി റിസർവ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണെന്നറിയുമോ? വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് നല്ല ബുദ്ധിയുള്ളവരാണ്, ഹൃദയമുള്ളവരാണ്, ചിന്തയുള്ളവരാ. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സത്യം അവർ കണ്ടെത്തുന്നില്ല. വലഹും അയുനുൻ, അവർക്ക് മനോഹരമായ കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, പക്ഷേ ആ കണ്ണുകൊണ്ട് കാണേണ്ട സത്യങ്ങൾ അവർ കാണുന്നില്ല. വലഹും ആദാൻ, അവർക്ക് മനോഹരമായ കാതുകളുണ്ട്. ലാ യസ്മഊന ബിഹാ, പക്ഷേ ആ കാതുകൾ കൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കുകയില്ല. അല്ലാഹു തആല പറയാ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, നല്ല കണ്ണുകളുള്ള ആളുകൾ, നല്ല കാത് നൽകപ്പെട്ട ആളുകൾ, പക്ഷേ ആ ബുദ്ധി കൊണ്ട് പടച്ച തമ്പുരാനെ ചിന്തിക്കില്ല, ആ കണ്ണുകൊണ്ട് പടച്ച തമ്പുരാനെ കാണാൻ ശ്രമിക്കില്ല, ആ കാതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ കേൾക്കാനുള്ള മനസ്സവർക്കുണ്ടാവുകയില്ല. അവരുടെ കാതുകൊണ്ട് കേൾക്കുന്നത് അനാവശ്യമായ സംഗീതമാണ്, അവരുടെ കണ്ണുകൊണ്ട് കാണുന്നത് അനാവശ്യമായ ഹറാമായ കാഴ്ചകളാ, അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്കാണ് ജഹന്നം അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, അവർ മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് മാനക്കേടാണ്. അങ്ങനെയുള്ള ആളുകൾ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്ത, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്ത ആളുകൾ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയ ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്, ഗാഫിലീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നരകത്തിൽ നിന്ന്. ജഹന്നം എന്ന് പറയുന്ന നരകത്തിലെ ഒന്നാം തട്ടിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോയാലോ? ലള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പണം പണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, സമ്പാദിക്കണമെന്നല്ലാതെ അത് എന്തു മാർഗത്തിൽ ചെലവഴിക്കണമെന്നറിഞ്ഞുകൂടാ, സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നിസ്കാരം മറന്നുപോയ ആളുകൾ, നോമ്പ് മറന്നുപോയ ആളുകൾ, നിശ്ചിത ശതമാനം സകാത്ത് കൊടുക്കാൻ മറന്നുപോയ ആളുകൾ, പാപങ്ങളുടെ കണ്ണീരൊപ്പാൻ മടിച്ചുപോയ ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് ഒരു നരകമാണ്. ആ നരകത്തിന്റെ രണ്ടാം തട്ടിന്റെ പേരാണ് ലളാ. കല്ലാ ഇന്നഹാ ലളാ. ലളാ എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു ഭാഗമുണ്ട്. നസ്സാഅത്തിൽ ലിശ്ശവാ, അവിടെ എത്തുമ്പോ തീനാളങ്ങൾ നമ്മുടെ ശരീരത്തിലെ തൊലിയാണ് കടിച്ചു തിന്നുന്നത്, തൊലികളാണ് കരിയിച്ചു കളയുന്നത്. തദഉമൻ അദ്ബറ വതവല്ല വജമഅ ഫൗആ, പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അള്ളാഹുവിനെ ചിന്തിക്കുവാൻ, അവനെ പേടിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവരെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ മറന്നുപോയവരെ ലളാ എന്ന് പറയുന്ന നരകമങ്ങ് പിടികൂടുകയാണ്. അവരുടെ തൊലി മുഴുവനും കരിയിച്ചു കളയുകയാണ്. എന്താ തൊലിയെ കുറിച്ച് പറഞ്ഞത്? എന്തിനാ തൊലിയെ കുറിച്ച് പറഞ്ഞത്? അതൊരു ശാസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ. സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദന തോന്നണമെങ്കിൽ അതുണ്ടാവുന്നത് തൊലിയിലാണ്. തൊലിക്കയുടെ അപ്പുറത്തേക്ക് മാംസത്തിലേക്ക്, എല്ലിലേക്ക് ഒരു മുറിവ് പറ്റിയാൽ അതിനത്രമാത്രം വേദന അനുഭവപ്പെടുകയില്ല. നമ്മളൊരു തീപ്പൊള്ളലേറ്റുകൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോയാൽ ഡോക്ടർ
ഡോക്ടർ ചെറിയ മൊട്ടുസൂചി എടുത്ത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്ത് പൊള്ളിയ ഭാഗത്ത് നമ്മൾ വേദന കൊണ്ട് അലറുകയാണെന്ന് കണ്ടാൽ ഡോക്ടർ പറയും കൂടെയുള്ളവരോട്, സാരമില്ല, ഇത് നിസ്സാരമായ ഒരു പൊള്ളല. അതേസമയം ഡോക്ടർ ആ മൊട്ടുസൂചി കൊണ്ട് തൊട്ടി നോക്കുമ്പോ നമ്മൾ കാര്യമായ റെസ്പോൺസ് ഇല്ലാതെ, പ്രതികരണമില്ലാതെ, ചുമ്മാ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയും ഇതല്പം സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്, ഗൗരവത്തോടുകൂടെ ചികിത്സ വേണ്ടി വരും. എന്താ കാരണം? നമ്മുടെ തൊലിപ്പുറത്താണ് വേദനയെങ്കിൽ നന്നായിട്ട് വേദന വരും. വേദന എന്ന് പറയുന്ന സംഭവം തൊലിപ്പുറത്താണ് കാര്യമായി സംഭവിക്കുന്നത്. മാംസത്തിലേക്ക് പോകുമ്പോ, എല്ലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വേദനയില്ല. ലള എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത അത് മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ചു വച്ചത് ആ ഭാഗത്തുള്ള തീനാളങ്ങൾ മനുഷ്യ ശരീരത്തിലെ ചർമ്മത്തെ മാത്രം സ്പർശിച്ചാൽ മതി, ആഴങ്ങളിലേക്ക് പോകേണ്ടതില്ല. അല്ലാഹു തആല പറയുകയാണ്, ഒരു തൊലി ഉരിയുമ്പോ രണ്ടാമത്തെ തൊലി അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നശിക്കാതെ അവന്റെ തൊലി നിരന്തരമായി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലിയദൂഖുൽ അദാബ്, അവൻ നിരന്തരമായി അതിൽ കിടന്ന് വേദനിക്കാൻ വേണ്ടിയാണത്. അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൻ നിസായിലൂടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ ഒരു തട്ടുണ്ട്, സഖർ. സഖർ എന്ന് പറയുന്ന തട്ടിലെത്തുമ്പോ നരകാഗ്നി നമ്മുടെ ശരീരത്തിലെ മാംസത്തെയാണ് കരിച്ചു കളയുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ മുമ്പിലൂടെ ഒന്ന് വീശിപ്പോകും, രണ്ടാം തട്ടിലെത്തുമ്പോ നമ്മുടെ ചർമ്മത്തെ സ്പർശിക്കും, മൂന്നാം തട്ടായ സഖറിലെത്തുമ്പോ മനുഷ്യന്റെ മാംസത്തെയാണ് കാര്യമായി ആ ഭാഗത്തുള്ള തീനാളങ്ങൾ ബാധിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആരാണ് മാംസം കരിഞ്ഞു പോകുന്ന അതിഭയാനകമായ സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ മൂന്നാം തട്ടിലെത്തുക? ഖാലൂ മാ സലകകും ഫീ സഖർ, ആ തട്ടിൽ കിടക്കുന്ന ആളുകളോട് മുഅ്മിനീങ്ങൾ ചോദിക്കുമത്രേ, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖറിന്റെ അവകാശികളായി മാറിയത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നരകത്തിന്റെ അഗ്നിയുടെ വിറകുകളായി മാറിപ്പോയത്? ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, 5 നേരം പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്കുലി മുഴങ്ങുന്നത് ഞങ്ങൾ എപ്പോഴും കേട്ടിരുന്നവരാണ്, പക്ഷേ ഞങ്ങൾ നിസ്കാരത്തിന് പോയിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവരെ ഒരുപാട് കാണാറുണ്ടായിരുന്നു, പക്ഷേ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ഒരു നയാ പൈസ പോലും ഞങ്ങൾ കൊടുത്തിരുന്നില്ല. ഈ തസ്കിയത്ത് വേദി എന്ന് പറയുന്ന സംഘടന സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ ഇവിടെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചയക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ അറിയണേ, അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്ന ആളുകൾ പറയുന്ന മറുപടി എന്താ? വാങ്ക് ഞങ്ങൾ കേട്ടു നിസ്കരിക്കാറില്ല, പാവങ്ങളെ ഞങ്ങൾ കണ്ടു പക്ഷേ സഹായിക്കാറില്ല. പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ അറിയാനും അത് പരിഹരിച്ചു കൊടുക്കാനും ഞങ്ങൾ പരിശ്രമിക്കാറില്ല. പിന്നെ എന്തായിരുന്നു ഞങ്ങളുടെ ഏർപ്പാട്? ഒരുപാട് ആളുകൾ ഉണ്ടാവും തെരുവിൽ നിന്നുകൊണ്ട് കാര്യം കാണുന്നവർ. അങ്ങനെയുണ്ടല്ലോ എല്ലാ നാടുകളിലും. സൈഡിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ആളുകൾ. നന്മ ചെയ്യുന്നവരോട് അവർക്ക് പുച്ഛമാണ്, പാവങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരോട് പുച്ഛമാണ്, 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നവരോട് പുച്ഛമാ. അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു ഒരു വശത്ത് മാറിയിരിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഈ നിസ്കാരത്തിന് പ്രതിഫലം കിട്ടുന്ന, ഈ പാവപ്പെട്ടവരെ സഹായിച്ചാൽ കൂലി കിട്ടുന്ന ഒരു പരലോകമുണ്ടെന്ന കാര്യം ഞങ്ങൾ മറന്നുപോയിരുന്നു.
അതാണ് നരകാവകാശി പറയുന്ന മറുപടി. ഇങ്ങനെ ഓരോ തട്ടുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഓരോരോ രൂപത്തിലുള്ള പാപികൾ ഓരോ വിധത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങുകയാണ്. ഓരോന്നും മറ്റൊന്നിനേക്കാൾ കഠിനമാണ്. എല്ലുകൾ തകർത്തു കളയുന്ന ഹുതമ എന്ന് പറയുന്ന നരകമുണ്ട്. ഏത് സമയത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ജഹീം എന്ന് പറയുന്ന ഭാഗമുണ്ട്. നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്നോളവും നിരന്തരമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സഈറുണ്ട്. ഒരിക്കൽ വീണുപോയാൽ പിന്നെ ഒരിക്കലും കരകയറാൻ സാധ്യമല്ലാത്ത, പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ വഴികളില്ലാത്ത, കയറിക്കഴിഞ്ഞാൽ പുറത്തു കടക്കാൻ വാതിലില്ലാത്ത ഹാവിയ എന്ന് പറയുന്ന നരകമുണ്ട്. ഈ നരകത്തിന്റെ 7 തട്ടുകളെ കുറിച്ച് ഓരോന്ന് പറയാൻ ഒരുപാട് സമയം ആവശ്യമാണ്. നമുക്കിവിടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പറഞ്ഞതിനേക്കാൾ വലുതാണ് പറയാൻ ബാക്കി വെച്ചത്. പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് ഇനി പറയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. ബാക്കി നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ആ കഠിനമായ നരകത്തെയാണ് അല്ലാഹു തആല നമുക്ക് ഭീഷണിപ്പായി, നമുക്ക് മുന്നറിയിപ്പായി, നമുക്കൊരു താക്കീതായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടു തന്നിട്ടുള്ളത്. ഇനി ആ നരകത്തെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിയിൽ നരകത്തെ പേടിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അല്ലാഹു തആല നരകത്തിന്റെ 7 തട്ടുകളെയും വ്യക്തമായി പരിചയപ്പെടുത്തി. ഇത് ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന ഇന്ന ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഒരാളും പാപിയായ ഒരു മനുഷ്യനും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാതെ ദോഷിയായി പരലോകത്തെത്തിയ ഒരാളും നാളെ അല്ലാഹുവിന്റെ നരകം കാണാതെ രക്ഷപ്പെടുകയില്ല. ഫലം നുഗാദിരി മിൻഹും അഹദാ. അല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ആളുകളോട് പറയും, എന്ത് തെറ്റും ചെയ്യാം, പക്ഷേ ഒരൊറ്റ നിബന്ധനയുണ്ട്, അല്ലാഹു കാണാതെ ചെയ്യണം. ഈ സദസ്സിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെ. നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, ഏത് ഗാനമേള കേൾക്കാനും പോവാം, എത്രയും കള്ളു കുടിക്കാം, എത്രയും വ്യഭിചരിക്കാം, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, അല്ലാഹു കാണാത്ത സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. അതിന് പറ്റുമോ? അല്ലാഹു കാണാത്ത സ്ഥലത്ത് ചെന്നിരുന്നിട്ട് ഗാനമേള കേൾക്കാൻ ഉമ്മമാര് ശ്രദ്ധിച്ചോ? വാതിന് മാത്രം വന്നാ മതി. അനാവശ്യങ്ങൾ നടക്കുമ്പോ ഇതിനേക്കാൾ ആവേശത്തോടുകൂടെ വരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ വന്നതൊക്കെ ബാത്തിലായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ചിന്തിക്കേണ്ട വിഷയമാണിത്, ആലോചിക്കേണ്ട കാര്യമാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത് തെറ്റും ചെയ്തോ, പക്ഷേ അല്ലാഹു കാണാത്ത സ്ഥലത്ത് ചെന്നിട്ട് ചെയ്യണം. വ്യഭിചാരം അല്ലാഹു കാണാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ. കള്ളുകുടി അല്ലാഹു കാണാതെ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടിച്ചോ, യാതൊരു കുഴപ്പമില്ല. ഞാൻ ഗ്യാരണ്ടി തരാം. അല്ലാഹു തആല കാണാതെ ചെയ്യണമെന്ന് മാത്രം. അതിന് പറ്റുമോ മക്കളെ? പറ്റോ? ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളൊന്ന് പറ, പറ്റോ? അല്ലാഹു തആല കാണാതെ, അവൻ അറിയാതെ, അവൻ കേൾക്കാതെ ഈ ലോകത്ത് വല്ല തെറ്റും നമുക്ക് ചെയ്യാനാവുമോ? കൂരിരുട്ടത്ത് കറുകറുത്ത പാറക്കല്ലിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചുറുമ്പിന്റെ ചെറുപാത ചലനങ്ങൾ പോലും തിരിച്ചറിയുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അവൻ അറിയാതെ ഒരു വിത്ത് പോലും മുളച്ചു പൊന്തുന്നില്ല. അവൻ അറിയാതെ ഒരു മത്സ്യക്കുഞ്ഞു പോലും സമുദ്രത്തിലൂടെ നീന്തി തുടിക്കുന്നില്ല. അവനറിയാതെ ഒരു പക്ഷിയും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നില്ല. ആ പടച്ച തമ്പുരാന്റെ കണ്ണിൽ പെടാതെ, അവന്റെ അറിവിൽ പെടാതെ, അവൻ കേൾക്കാതെ, അവൻ കാണാതെ, അവൻ അറിയാതെ ഈ ലോകത്ത് നമുക്ക് ജീവിതമില്ലല്ലോ. അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് മനുഷ്യ, എന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നന്നാവാൻ നോക്കടാ. എന്റെ അദാബിനെ പേടിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് അല്ലാഹു തആല നമ്മോട് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ തീജ്വാലകൾ, അതിഭയങ്കരമായ ആ തീജ്വാലകൾ ഇടയിൽപ്പെട്ടുകൊണ്ട് വല്ലാത്ത ചൂടനുഭവിക്കുന്ന മനുഷ്യൻ ദാഹിച്ചു വലഞ്ഞ് ഒരു പിടി ഒരു വെള്ളത്തിന് വേണ്ടി, ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയാണെങ്കിൽ അവന് നാളെ നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന വെള്ളമേതാ? ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. നരകാവകാശി
അവകാശികളുടെ ചീഞ്ചലമാണ്, പതച്ചു പൊന്തുന്ന ചീഞ്ചലമാ കൊടുക്കുക. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ നമ്മോട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും, ഇത് വെള്ളിയാഴ്ച രാവാണല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതൽ സുന്നത്തുള്ള സൂറത്താ. ആണും പെണ്ണും ഓതൽ സുന്നത്താ. പൊതുവെ ആണുങ്ങൾ മാത്രമേ ഓതാറുള്ളവർ പോലും ഓതാറുള്ളൂ. പെണ്ണുങ്ങൾ ആ കാര്യത്തിൽ വളരെ ബേക്കില. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത് ആണിനും പെണ്ണിനും ഒരുപോലെ സുന്നത്തുള്ള കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സൂറത്തുൽ കഹ്ഫില് അല്ലാഹു തആല പറഞ്ഞു, വഇയസ്തഗീസു, നരകാവകാശികളായ ആളുകൾ പൊറുതിമുട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കേഴുന്ന നേരത്ത്, യുഗാസൂ ബിമാഇൻ കൽമുഹ്ൽ, ഉരുക്കിയ ഈയം പോലെയുള്ള വെള്ളമാണ് അവരുടെ വായിലേക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. യശ്വീ വുജൂഹഹും, അതവരുടെ മുഖത്തെയാകെ കരിയിച്ചു കളയുന്നതാണ്. ബിസ്ശറാബ്, ഇത്രയും വൃത്തികെട്ട ഒരു വെള്ളം വേറെ കിട്ടാനില്ല. അല്ലാഹു തആല പറയാ, യുഗാസൂ ബിമാഇൻ കൽമുഹ്ലി യശ്വീ വുജൂഹ്, മുഖം കരിഞ്ഞു പോകും. ആ വെള്ളം ഉരുക്കിയ ലോഹം പോലെ അത്രയും ചൂടാണ്. അത് വായിലേക്ക് ഒഴിക്കണമെന്നില്ല, വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ മുഖമാകെ കരിഞ്ഞു പോകുമത്രേ. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതയുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിനുള്ള ഓടിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. മഹാനായ തഴവ ഉസ്താദിന്റെ വരികൾ വീണ്ടും ഓർത്തു പോവുകയാണ്. അള്ളാഹുവിന്റെ നരകത്തിൽ കിട്ടാൻ പോകുന്ന പാനീയത്തിന്റെ കഥയാ പറയുന്നത്. അതികഠിനമായ ദാഹമാണ് അവർക്കുള്ളത്. ആ അതികഠിനമായ ദാഹത്തിന്റെ പാരമ്യതയിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് വെള്ളം വേണമെന്നാവശ്യപ്പെടുമ്പോ പതയുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചീഞ്ചലമാണ് കൊടുക്കുന്നത്. ദുസ്സഹമായ ദുർഗന്ധമുള്ള, വല്ലാത്ത അസഹ്യമായ ചൂടുള്ള, ഹമീം എന്നും സദീദ് എന്നും ഒക്കെ പറയുന്ന ചീഞ്ചലമാണ്, പതയുന്ന ചീഞ്ചലമാണ് നരകാവകാശിക്ക് കൊടുക്കുക. എന്തൊരു വലിയ കഷ്ടപ്പാടാണത്. ഒരിറക്ക് വെള്ളം ദാഹിച്ച സമയത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവമാണ്. ഹാറൂൻ റഷീദ് രാജാവിന്റെ കൊട്ടാരത്തില് ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന പണ്ഡിതന് വന്നു. ആ പണ്ഡിതന് ഹാറൂൻ റഷീദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെയാകെ വരൾച്ച വന്നു, വെള്ളം കിട്ടാതെ വിഷമമായി. ആകെ വെള്ളമുള്ളത് എന്റെ കയ്യിലാണ്, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അങ്ങേക്ക് നൽകണമെങ്കിൽ ഞാൻ പറയുന്നത് തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെക്ക് എന്താണ് തരിക? ഹാറൂൻ റഷീദ് രാജാവ് മറുപടി പറയുന്നു, എന്റെ വിശാലമായ സാമ്രാജ്യമില്ലേ, ഈ സാമ്രാജ്യത്തിന്റെ പകുതി ഭാഗവും ഒരൊറ്റ ഗ്ലാസ് വെള്ളത്തിന് പകരമായി ഞാൻ നൽകാം. ദാഹിച്ചു വലയുന്ന നേരത്ത് ഒരു മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ് പറയാ. എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, എത്ര കാശ് ചെലവഴിച്ചാലും വേണ്ടില്ല, ദാഹം അകറ്റണമല്ലോ. നരകാവകാശിയുടെ ദാഹമകറ്റാൻ അല്ലാഹു തആല കൊടുക്കുന്നത് പതയുന്ന ചീഞ്ചലമാണ്. ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ അനുഭവിക്കേണ്ടി വന്നാൽ നഊദു ബില്ലാഹ്, പടച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ ദുനിയാവിൽ എന്ത് വിഷമുണ്ടായാലും നമ്മൾ പറയും ഒന്ന് മരിച്ചു കിട്ടിയ ഇതൊക്കെ തീരും. എത്ര മാരകമായ രോഗമാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, ചില ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യക്കൊരുങ്ങുന്നത് പോലും അതുകൊണ്ടാണ്. മരിച്ചു കിട്ടിയാൽ തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. अब तो घबरा के ये कहते हैं कि मर जाएंगे, मर कभी चैन न पाया तो किधर जाएंगे. മരണത്തിൽ
ആശ്വാസമുണ്ട്. വലിയ പ്രയാസം വരുമ്പോ ഒന്ന് മരിച്ചുപോയാൽ എല്ലാം തീരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, നരകത്തിന്റെ ഏറ്റവും വലിയ ഒരു അദാബ്, ആ നരകത്തിൽ കടന്നാൽ പിന്നെ മരണം പോലുമില്ല. ദുനിയാവിൽ എന്ത് രോഗം വന്നാലും മരണത്തോടുകൂടെ തീരുമല്ലോ, എത്ര കടം വന്നാലും മരണത്തോടുകൂടെ തീരുമല്ലോ, എത്ര വിഷമം വന്നാലും മരണം അത് അവസാനിപ്പിക്കുമല്ലോ. പക്ഷെ നരകത്തിൽ പോയാൽ എന്റെ ഉമ്മമാരെ, മരണം പോലും നമുക്ക് രക്ഷയില്ല. രക്ഷിതാക്കളെ, മരണം പോലും നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. അല്ലാഹു തആല പരലോകത്ത് ഒരു പ്രത്യേകമായ രൂപം കൊണ്ടുവരുന്നുണ്ട്. അതൊരു പ്രതീകാത്മകമായ രൂപമാണ്. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരികയാണ്. സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ മലായികത്തിന്റെ അകമ്പടിയിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. എന്നിട്ട് അതിനെ പരസ്യമായിട്ട് അറുക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. അതൊരു പ്രതീകാത്മകമായ സംഭവമാണ്. അത് അറുത്തിട്ട് പറയാണ് ഹാദൽ മൗത്ത്. ഈ അറുത്തത് സാധാരണ ആണല്ല, ഇത് മരണത്തിന്റെ പ്രതീകമാണ്. മരണത്തെയാണ് അറുത്തുകളഞ്ഞത്, മരണത്തെയാണ് മരിപ്പിച്ചത്. ലാ യമൂതൂന ഫീഹാ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തുൽ ഊലാ. ഇനി നിങ്ങൾക്ക് മരണമില്ല. നരകാവകാശികളായ ആളുകൾ വെള്ളം കിട്ടാതെ, അന്നം കിട്ടാതെ വല്ലാതെ ചൂടുകൊണ്ട് വലയുകയാണ്. രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ്. ദുനിയാവിൽ എങ്ങനെയാണല്ലോ ചിന്തിച്ചിരുന്നത്. പക്ഷെ എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളംബരം, അലാ ലാ മൗത ഫിന്നാർ. ഇനി നരകത്തിലല്ലേ ഖാലിദീങ്ങളാണ്, ശാശ്വതമായ നരകമാണ്. ഇനി നിങ്ങൾക്ക് മരണം പോലും രക്ഷക്കെത്തുകയില്ല. لا يموت فيها ولا يحيا. നരകത്തിൽ സുഖകരമായ ജീവിതവുമില്ല. ഈ ദുഃഖങ്ങളിൽ നിന്ന് അറുതി വരുത്താൻ മരണം പോലും നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എന്ന് ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ നരകം. മരണം പോലും രക്ഷക്കില്ലാത്ത ലോകമാ നരകം. അത് കേൾക്കുമ്പോഴാണ് നരകാവകാശി കരഞ്ഞു തുടങ്ങുക. കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാ കണ്ണീരുകൾ. കൈത്തോട് പോലെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കരഞ്ഞിട്ടു നീരും വറ്റിയാലോ പിന്നെ. മഹാനായ തഴവ ഉസ്താദിന്റെ മനോഹരമായ വരികളാണത്. കരഞ്ഞ് കരഞ്ഞ് മനുഷ്യന്റെ കണ്ണുനീര് പോലും വറ്റിത്തുടങ്ങിയാൽ ഒഴുകുന്നതാണ് അതിൽ നിന്ന് രക്തവും പൊന്നേ. മരണം പോലും എന്നെ രക്ഷപ്പെടുത്തുകയില്ല. ഞാൻ കാലാകാലം ഈ നരകത്തിലാണല്ലോ, കാലാകാലം ഈ തീയിലാണല്ലോ, കാലാകാലം ഈ ചൂടിലാണല്ലോ, കാലാകാലം ഈ ദാഹത്തിലാണല്ലോ എന്നാലോചിച്ചു കൊണ്ടവന് കരഞ്ഞു തുടങ്ങുന്നു. കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് വറ്റിപ്പോകുന്നു. അവസാനം അവന്റെ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകാൻ തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, നബി മുസ്തഫ പറയുന്നു, കപ്പൽ നടത്താൻ സാധ്യമാണതിലെന്ന്. അല്ലാഹുവിന്റെ നരകത്തിൽ മരണം പോലും രക്ഷക്കുണ്ടാവില്ല എന്ന് പറയുമ്പോ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ തുള്ളിവറ്റി കണ്ണിലൂടെ രക്തമൊഴുകുന്ന അവസ്ഥ വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയാണ് തഴവ ഉസ്താദ് ഈ പാട്ടാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും കേവലം ഏതെങ്കിലും അപസർഭക കഥകൾ ബാലരമയിലോ ബാലമംഗളത്തിലോ വന്നത് പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഒരു താക്കീതായിട്ട് തന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നരകത്തിന്റെ കാഴ്ച പോലും എത്ര ഭീകരമാ. നരകം കാണുമ്പോ സർക്കസ് കാണുമ്പോലല്ല, മനുഷ്യന്റെ ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോവും. അല്ലാഹു തആല പറയുന്നു, അവന്റെ നിറം മാറും. നരകം നാളെ മഹ്ശറിൽ വെച്ചൊരു പാപിയായ
മനുഷ്യനെ കാണുമ്പോ അവന്റെ ശരീരത്തിന്റെ നിറം പോലും മാറിപ്പോകും. എങ്ങനെയാ മാറിപ്പോകുക? ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ നിറം എന്ന് പറയുമ്പോ വെള്ള, അല്ലെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ഇരുനിറം. നമ്മൾ സമാധാനത്തിന് എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഇരുനിറം. ഇവിടെ അങ്ങനെ പറയാറുണ്ടോ? ഇരുനിറം, അതൊരു സമാധാനത്തിന്റെ വാക്കാണ്. നല്ല ഈ കുട്ടി കാണാൻ കുഴപ്പമില്ല, ഇരുനിറാണെന്ന് പറയും. സംഗതി കറുത്തിട്ടായിരിക്കും, എന്നാലും മനസമാധാനത്തിന് വേണ്ടി നമ്മൾ പറയുന്നൊരു വാക്കാണ് ഇരുനിറം എന്നുള്ളത്. അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണെന്ന് ഇരുനിറം നൽകിയത്. പക്ഷെ നരകം കാണുമ്പോ മനുഷ്യന്റെ നിറം ഇതൊന്നുമല്ല, വേറൊരു നിറം പോരും. ഏതാണ് നിറം? പറയാൻ പറ്റുമോ? ബസ്സിലെ കണ്ടക്ടർമാർ ധരിക്കുന്ന കുപ്പായത്തിന്റെ നിറം എന്താ? KSRTC നീലേ ആണോ? ഏതായാലും നരകം കാണുമ്പോ മനുഷ്യന്റെ ശരീരം നീല നിറമായി പോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. പാപികളായ ആളുകൾ നാളെ മഹ്ശറിൽ വന്ന് നരകം കാണുമ്പോ അവരുടെ ശരീരമാകെ പേടികൊണ്ട് നീലിച്ചു പോകുന്നതാണ്. അവരുടെ തലമുടികളുടെ അവസ്ഥ എന്താണെന്നറിയുമോ? 5 വയസ്സുള്ള ഒരു കുട്ടിയെ, കറുത്ത മിനുമിനുത്ത മുടിയുള്ള ഒരു കുട്ടിയെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ ആ കുട്ടി എങ്ങാനും നരകം കാണുകയാണെങ്കിൽ യജഅലുൽ വിൽദാന ശീബാ, ആ കറുത്ത മുടി മുഴുവനും നരച്ച് വെളുത്തു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നരകം കാണുമ്പോ മനുഷ്യനുണ്ടാകുന്ന പേടിയാ പറയുന്നത്. ശരീരമാകെ നീല നിറമായി മാറിപ്പോകുന്നു, മുടിയാകെ നരച്ചു വെളുക്കുന്നു, അവന്റെ മുഖത്താകെ കരിവാളിപ്പ് പടരുകയാണ്. നന്മ ചെയ്ത ആളുകളുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുമ്പോ പാപികളായ ആളുകളുടെ മുഖമാകെ കരിവാളിപ്പ് പടരുകയാ. അവരുടെ കണ്ണുകളുടെ ഗതി എന്താണെന്നറിയുമോ? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അബ്സാർ. അവന്റെ കണ്ണുകൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് തുറിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ശരീരമാകെ നീലിച്ച്, മുടിയാകെ നരച്ചു വെളുത്ത്, മുഖത്താകെ കരിവാളിപ്പ് പടർന്ന്, കണ്ണ് മുഴുവനും ഇങ്ങനെ തുറിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നരകം കാണുമ്പോൾ ഒരു പാപിയായ മനുഷ്യനുണ്ടാവുക. ദുനിയാവിൽ വെച്ച് ഒരു നന്മയിലേക്ക് വിളിച്ചാലും വരാത്തവനാ അവൻ. നരകം കാണുമ്പോ മനസ്സ് മാറ്റുമത്തെ. സുഹൃത്തേ, നിനക്കെന്നാണു ചിന്ത വരുന്നത്, അന്നുള്ള ചിന്തക്കെന്തു ഫലമാണുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലൗ തറാ ഇദ് വഖിഫൂ അലന്നാർ. നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ, നരകം ഇങ്ങനെ കാണുമ്പോൾ, വയഖൂലുന, നരകാവകാശി പറയുകയാണ്, യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹുവേ തമ്പുരാനെ, ഒരു വട്ടം കൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ തിരിച്ചയക്കുമോ? നമ്മൾ കേൾക്കേണ്ട ഒരു വാക്കാണ്. നരകം കാണുമ്പോ ദോഷിയായ ആള് പറയുന്ന വർത്തമാനം, ഒരു വട്ടം കൂടി എന്നെ ആ ദുനിയാവിലേക്കൊന്ന് പറഞ്ഞു വിടുമോ? ആ ദുനിയാവിലെ ജീവിതം കൊണ്ടല്ലേ എനിക്ക് വിജയിക്കാൻ കഴിയുക. അല്ലാഹുവിന്റെ ഒരു ആയത്തും ഞാൻ കളവാക്കുകയില്ല. വനകൂന മിനൽ മുഅ്മിനീൻ, ഞാനൊരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു കൊള്ളാം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദുനിയാവിലെ ജീവിതത്തിന്റെ പ്രാധാന്യമാ വിളിച്ചു പറയുന്നത്. നാളെ നരകം കാണുമ്പോഴാ അവനത് വിളിച്ചു പറയുക, അല്ലാഹുവേ ഒരിക്കൽ കൂടി എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞു വിടുക. ഞാൻ നല്ലവനായി ജീവിച്ചു കൊള്ളാം, ഞാൻ നിസ്കരിച്ചു കൊള്ളാം, ഞാൻ നോമ്പെടുത്തു കൊള്ളാം, ഞാൻ പാപങ്ങളെ സഹായിച്ചു കൊള്ളാം, ഞാൻ അല്ലാഹുവേ നിന്നെ വിളിച്ചു ദുആ ചെയ്തു കൊള്ളാം. പടച്ചവനെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കാതെ, കാണാതെ, ആസ്വദിക്കാതെ ഒരു സ്വാലിഹായ മനുഷ്യനായി ജീവിച്ചു കൊള്ളാം. ഒരു വട്ടം കൂടി എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കുമോ? നരകാവകാശി
പ്രവാസിയുടെ വർത്തമാനമാണ്. സാധ്യമല്ല പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഈ കടന്നു പോകുന്ന ജീവിതമേ ഉള്ളൂ. കണ്ണടച്ചാൽ പിന്നെ തിരിച്ചു വരൂല, മരിച്ചു പോയാൽ പിന്നെ ദുനിയാവിലേക്കില്ല. പിന്നെ നിസ്കരിക്കാൻ സാധിക്കൂല, പിന്നെ നോമ്പെടുക്കാൻ സാധിക്കൂല, പിന്നെ പാവങ്ങളെ സഹായിക്കാൻ സൗകര്യമുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഒരൊറ്റ ജീവിതമേ ദുനിയാവിലുള്ളൂ. അതുകൊണ്ട് നാളെ പരലോകത്ത് ചെന്ന് നരകം കാണുമ്പോ ഒരു വട്ടം കൂടി ദുനിയാവിലേക്ക് ഞങ്ങളൊന്ന് പറഞ്ഞേക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. തിരുത്താനുണ്ടെങ്കിൽ ഇപ്പൊ തിരുത്തണം, ദുനിയാവിൽ വെച്ച് തിരുത്തണം. നന്മ ചെയ്യാനുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് നന്മ ചെയ്യണം. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതി നമ്മെ പഠിപ്പിക്കുന്നത്. പരലോകത്ത് ചെന്നിട്ട് തെറ്റ് തിരുത്താന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നരകം കാണുമ്പോ കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. അള്ളാനെ പേടിച്ച് കരയണോ? ദുനിയാവെന്ന് കരഞ്ഞോ? തെറ്റിൽ നിന്ന് മാറി നിൽക്കണോ? ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് മാറി നിന്ന് തൗബ ചെയ്തോ? വാശിയുടെ പുറത്ത്, അഹങ്കാരത്തിന്റെ പുറത്ത് ഞാൻ പിടിച്ച കൊമ്പിന് മൂന്നും, ഞാൻ പിടിച്ച മൊയിലിന് 3 ചെവിയാണെന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. തിരുത്താനുള്ള മുഴുവൻ തെറ്റുകളും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്യാൻ ആഗ്രഹമുള്ള മുഴുവൻ നന്മകളും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യണം. എങ്കിലേ അതുകൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ. നരകം കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മാറും. അവൻ എന്ത് നന്മ ചെയ്യാനും തയ്യാറാ. അവന്റെ മക്കളെ മുഴുവനും നരകത്തിന് കൊടുക്കാൻ അവൻ തയ്യാറാണ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു യൗലഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. നരകം കണ്ണിൽ കാണുമ്പോൾ മനുഷ്യന് പറയുമത്രേ, അല്ലാഹുവേ എന്നെ അതിലേക്ക് കൊണ്ടുപോകരുത്. ആ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനായി എന്റെ മക്കളെ വേണമോ മക്കളെ തരാം, ഭാര്യയെ തരണമോ ഭാര്യയെ തരാം, സഹോദരങ്ങളെ വേണമോ സഹോദരങ്ങളെ തരാം, മാതാപിതാക്കളെ നൽകണമോ മാതാപിതാക്കളെ തരാം. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. നരകം കാണുമ്പോ മനുഷ്യൻ പറയുന്ന വർത്തമാനമാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം ഭാര്യ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ, മക്കളെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവൻ വിളിച്ചുണർത്താറുണ്ടായിരുന്നില്ല. അവരുറങ്ങിക്കൊള്ളട്ടെ, അവർക്ക് ക്ഷീണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ വിളിക്കാതെ അവരെന്ത് തമ്മാടിത്തത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് തിന്മകൾ തടയാതിരുന്നവനാ ആ മനുഷ്യൻ. നാളെ പരലോകത്ത് വരുമ്പോ നരകം അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു കാണുമ്പോ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എന്റെ ഭാര്യ മക്കളെ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു തരാം. അവന്റെ എല്ലാ സ്നേഹവും നശിച്ചുപോയി, അവന്റെ എല്ലാ കാരുണ്യവും നശിച്ചുപോയി. അവന് സ്വാർത്ഥനായി മാറുകയാണ്. അവനവന്റെ കാര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന അവസ്ഥയിലേക്ക് ചിന്തകൾ മാറുകയാണ്. എന്റെ ഭാര്യയെ വേണോ ഭാര്യയെ തരാം, മക്കളെ വേണോ മക്കളെ തരാം. നരകമേ എന്റേതായ എല്ലാവരെയും ഏറ്റെടുക്കുക, എന്നെ മാത്രം നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക. നരകം കാണുമ്പോ മനുഷ്യന്റെ എല്ലാ സ്നേഹം പോകും. ദുനിയാവിൽ എന്തൊരു സ്നേഹമായിരുന്നു. ഭാര്യ പറയുന്നു സർക്കസിന് പോണം, നീ പൊയ്ക്കോ മുത്തേ. ഭാര്യ പറയുന്നു ഗാനമേളക്ക് പോണം, എന്റെ ചക്കരക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ എന്നും പറഞ്ഞേച്ചാള് അവസാനം നരകം കാണുമ്പോ പറയുന്ന വർത്താനം എന്താണ്? അല്ലാഹുവേ എന്റെ ആ പിഴച്ച പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ നരകത്തിലേക്ക് തരാം, എന്റെ മക്കളെ വേണമെങ്കിൽ തരാം, അവരെ ഞാൻ പ്രായശ്ചിത്തമായി നൽകുന്നത് എനിക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. പറ്റൂല. ഇതൊക്കെ നമ്മൾ ചെവി തുറന്ന് കേൾക്കേണ്ട ആയത്തുകളാണ്. ഇതൊന്നും ആരോടും വിദ്വേഷമോ വെറുപ്പുണ്ടായിട്ട് പറയില്ല. എല്ലാവരോടും സ്നേഹം ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെയും ആഖിറം രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ഒരൊറ്റ മോഹം കൊണ്ട് പറയുന്നതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ആത്മാർത്ഥമായ ഹുബ്ബ് കൊണ്ട്, ഈമാനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ
നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, സ്നേഹത്തിന്റെ ഒരു സ്വർണ്ണനൂൽ പാലമുണ്ട്. ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ നമ്മുടെ ആരുടെയും പരലോകം നശിച്ചു പോകരുതേ എന്ന ഒരു നിയ്യത്തുണ്ടായത് കൊണ്ട് മാത്രം പറയാണ്. അതുകൊണ്ട് നല്ല മനസ്സോടെ ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇത് അംഗീകരിക്കാൻ തയ്യാറാവണം. നരകം കാണുമ്പോ ദുനിയാവിൽ ഒരു നയാ പൈസ പോലും ഖൈറിന് വേണ്ടി ചെലവഴിക്കാത്ത ആള് പറയുന്നൊരു വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. വല്ലദീന ലം യസ്തജീബു ലഹു, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഒരു വാക്കുപോലും കേൾക്കാതെ ജീവിച്ചിരുന്ന ആളുകൾ പരലോകത്ത് നരകത്തിലെത്തുമ്പോൾ അല്ലാഹു അവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് 2 ഭൂമി ഞാൻ നൽകുമായിരുന്നെങ്കിൽ ആ 2 ഭൂമികളിൽ നിന്ന് എത്രയാണ് നീ എന്റെ മാർഗത്തിൽ ചെലവഴിക്കുക? ആ സമയത്ത് അവന് പറയുമത്രേ, ആ 2 ഭൂമിയും നിനക്ക് തരാം, എനിക്കൊരു തരി മണ്ണ് പോലും വേണ്ട റബ്ബേ. അവൻ ചിന്തിക്കുകയാണ്, ലൗ അന്ന ലഹു മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി. 2 ഭൂമി അവന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഒരു ഭൂമി നിനക്ക്, ഒരു ഭൂമി എനിക്കെന്നല്ല, 2 ഭൂമിയും നീ എടുത്തുകൊള്ളുക തമ്പുരാനെ, എനിക്കൊരു തരി മണ്ണ് പോലും ആവശ്യമില്ല എന്ന് നരകാവകാശി നാളെ വിളിച്ചു പറയുമത്രേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അവനുണ്ടാവുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണല്ലോ, ഇസ്ലാമിന് വേണ്ടി കൊടുക്കാനായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ മുഴുവൻ സമ്പത്തും കൊണ്ടുപോയി കൊടുത്തു. എന്താ സിദ്ദീഖേ അങ്ങയുടെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും മാത്രമാ ഉള്ളത് എന്നല്ലേ മറുപടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ദീഖിന്റെ ഈമാൻ ഇങ്ങോട്ട് വരും. നരകത്തിൽ കടന്ന മനുഷ്യൻ 2 ഭൂമി ഉണ്ടെങ്കിൽ ഒരു തരി പോലും എനിക്ക് വേണ്ട, എല്ലാം നിന്റെ മാർഗത്തിലാ. അപ്പോൾ അല്ലാഹു തആല ഇവനെ പരിഹസിച്ചുകൊണ്ട് പറയും, മോനെ നീ ഇപ്പോൾ 2 ഭൂമി മുഴുവനായിട്ട് തരാൻ തയ്യാറാ? നിന്നോട് ഞാൻ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും നീ പാവപ്പെട്ടവന്റെ വായിലൊന്ന് വെച്ചു കൊടുത്ത് നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണമെന്ന നീ കേട്ടില്ല. എന്നിട്ട് പരലോകത്ത് വന്ന് നരകം ഉറപ്പായപ്പോ പറയുന്നു 2 ഭൂമി ഉണ്ടെങ്കിൽ 2 മുഴുവനായിട്ട് തരാം. കാര്യമില്ല മനുഷ്യ എന്ന് പറഞ്ഞ് അല്ലാഹു തആല പരിഹസിച്ചുകൊണ്ട് അവനെ തള്ളിക്കളയും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ ചിന്തിക്കണം, ഈ നരകത്തിന്റെ ഭീകരതകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി അത് കാണുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, അതിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ഘട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനോട് നമ്മൾ പഠിപ്പിച്ചത് ഒരൊറ്റ കാര്യത്തിനാ, നമ്മൾ ആ നരകത്തെ പേടിക്കണം. അതിനുവേണ്ടിയാ നമ്മൾ പേടിക്കേണ്ടത്. ദുനിയാവിൽ എന്തെങ്കിലും ക്രൈസിസ് വരുന്നതിനെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെയാണ്, അവന്റെ അദാബിനെയാണ്. ഓർമ്മയുണ്ടോ, മദീന പള്ളിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്റെ ഉമ്മമാര് കേൾക്കണേ, മദീന മുനവ്വറയിലെ പഞ്ചസാര മണൽ വെള്ളപ്പരവതാനി വിരിച്ച പ്രവാചകന്റെ പള്ളിയുടെ മുറ്റത്തുകൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. തേരാപ്പാരാ നടക്കുന്ന സഹോദരനാണ്. അവന് പള്ളിയുടെ മുന്നാകത്തുകൂടെ നടന്നു പോകുമ്പോ പള്ളിയുടെ ഉൾഭാഗത്തിരുന്ന് പരിശുദ്ധ റസൂൽ ആയത്തോതി കൊടുക്കുന്നത് കേൾക്കുകയാണ്. പ്രിയപ്പെട്ട സ്വഹാബികൾക്ക് ഓതിക്കൊടുക്കുന്ന ആയത്തേതാ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണേ. വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ അന്നം എന്താണെന്നറിയുമോ? നരകത്തിന്റെ ഇന്ധനം എന്താണെന്നറിയുമോ? അത് വിഗ്രഹങ്ങളും മനുഷ്യരുമാണ്, കല്ലുകളും മനുഷ്യരുമാണ്. കല്ലുകളും മനുഷ്യരും ഒരുപോലെ കത്തി വെന്തുരുകുന്ന നരകത്തെ നിങ്ങൾ കാത്തു രക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുന്നത് പള്ളിയുടെ മുൻഭാഗത്തുകൂടെ വെറുതെ നടന്നു പോവുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കേട്ടു. എന്തോ അവന്റെ ഉള്ളിൽ ഒരു വെള്ളിടി ഉണ്ടായി. അവനൊന്ന് ചിന്തിച്ചു, അല്ലാഹുവേ,
പാറക്കല്ലുകൾ ഉരുകിയൊലിക്കുന്ന തീ എന്ന് പറയുമ്പോ അതിനെത്ര ശക്തി ഉണ്ടാവും? ഒരു കല്ല് കരിയണമെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന്, സയൻസ് പറയുക 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ചൂടുണ്ടാകുമ്പോഴാണ് പാറക്കല്ലുകൾ കത്തിയെരിയുന്നത് എന്നാണ്. നമ്മുടെ വീട്ടില് വെള്ളം തിളക്കണമെങ്കിൽ 100 ഡിഗ്രി മതി. ആ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന വെള്ളമെങ്ങാനും നമ്മുടെ മൂർധാവിലേക്ക് അങ്ങ് ഒഴിച്ചുപോയാൽ നമ്മുടെ ജീവൻ പോലും അപകടത്തിലായി പോകും, അല്ലേ? എന്നാൽ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ആ നരകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഒരു സെക്കൻഡ് ഈ ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. അവന്റെ ഉള്ളിലേക്ക് ഒരു പേടി കയറി വരികയാണ്. അവൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടുകാര് വിവരമറിയിച്ചു. പ്രവാചകന് വീട്ടിൽ വന്നു. ഇവൻ വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു. ഇവൻ വീടിന്റെ മൂലയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് വിവരമറിഞ്ഞുകൊണ്ട് വീട്ടിലെത്തുമ്പോ ആ ചെറുപ്പക്കാരൻ ഓടി വന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ആ പറഞ്ഞത് സത്യം തന്നെയല്ലയോ? നരകത്തിന്റെ ചൂട് അതിനുമേൽ ശക്തിയുള്ളത് തന്നെയല്ലയോ? അവിടെ പറഞ്ഞു, അതേ മോനെ, കല്ലുകളും മനുഷ്യ ശരീരങ്ങളും കത്തിയെരിയുന്ന നരകമെന്ന് ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളതാണ്. അത് സത്യമാണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ തുറിക്കാൻ തുടങ്ങി. അവനതാ ലോകത്തോട് വിട പറയുകയാണ്. പെട്ടെന്ന് പ്രവാചകന്റെ നെഞ്ചിൽ നിന്ന് അവന് താഴോട്ട് വീണു. അള്ളാഹുവിന്റെ റസൂല് തന്റെ കൂടെയുള്ള സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിലങ്ങ് തൊട്ടു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ജീവന്റെ അടയാളങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ശ്വാസോച്ഛ്വാസം നിലച്ചു പോയിരിക്കുന്നു. ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിലിങ്ങനെ കൈവച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഖദ് ഖതലഹുൽ ഖൗഫു മിനന്നാർ, നരകത്തെ കുറിച്ചുള്ള പേടിയാണ് ഈ മനുഷ്യനെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. ഫഹുവ ശഹീദ്, നരകത്തെ പേടിച്ചുകൊണ്ട് ഹൃദയം സ്തംഭിച്ചു മരിച്ചുപോയ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ കണ്ണിൽ ഒരു ഷഹീദിന്റെ കൂലിയുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകത്തെ കുറിച്ചുള്ള പേടിയാണ് ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ അറ്റാക്ക് ഉണ്ടാക്കിയത്. അവന്റെ ഹൃദയം സ്തംഭിച്ചു പോയി. അവൻ മരിച്ചു വീണുപോയി. നരകത്തെ പേടിച്ച് മരിച്ചത് കൊണ്ട് അവന് ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കല്പിക്കാൻ പറ്റുമോ നരകത്തെ പേടിച്ച് മരിക്കാനുള്ള സംഭവം? സ്വഹാബികൾക്കിടയിൽ ഉണ്ടായി അങ്ങനെ ചെറുപ്പക്കാരൻ. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ വയുജന്നബുൻ നാറ മൻ യഖാഫുഹാ. നരകത്തിൽ നിന്ന് രക്ഷ വേണമെന്ന് മോഹമുണ്ടോ ചെറുപ്പക്കാരാ? ആദ്യം വേണ്ടത് നരകത്തെ കുറിച്ചുള്ള പേടിയാ. അല്ലാഹുവേ, നരകമെന്ന് പറഞ്ഞാൽ അത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച അദാബാണല്ലോ. നിന്റെ റസൂല് താക്കീത് നൽകിയ ലോകമാണല്ലോ. ഞാനതിൽ പെട്ടുപോകുമോ നാഥാ എന്ന പേടിയാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നരകത്തെ കുറിച്ച് പേടിച്ചാൽ തന്നെ പകുതി നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നരകത്തെ പേടിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആകാശ ലോകത്തിൽ നിന്നൊരു അശരീരി നമ്മൾ കേൾക്കുകയാണ്. വിശ്വസ്തമായ ഒരു അശരീരിയാണ്. സങ്കല്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആ അശരീരിയിൽ എന്താ ഉള്ളത്? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സ്വർഗാവകാശികളാണ്. ഇല്ലാ വാഹിദ, ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ മാത്രമാണ് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടത് എന്ന് ആകാശ ലോകത്തിൽ നിന്നൊരു അശരീരി നമുക്കെങ്ങാനും കിട്ടിയാൽ ആരായിരിക്കും ആ വൃത്തികെട്ടവൻ? ഒന്ന് സങ്കല്പിക്കാൻ പറ്റും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വർഗത്തിലാണ്. ഒരൊറ്റ ആള് മാത്രം നരകത്തിൽ. ഏറ്റവും വൃത്തികെട്ടയാൾ ആരായിരിക്കും? അയാൾ ഒന്ന് പറ കുട്ടികൾ. ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആള് ആരായിരിക്കും?
ഏത് പറയണമെന്നുള്ള കൺഫ്യൂഷനിലാണ് പൊന്നാര മക്കൾ. കുറെ വൃത്തികെട്ടന്മാരെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഏത് പറയണമെന്നുള്ള കൺഫ്യൂഷനാണ്. ചിലവര് പറയും ഇബ്ലീസ്, ചിലവര് പറയും ഫിറഔന്, ചിലവര് പറയും അബൂജഹൽ, സോ ആൻഡ് സോ, അങ്ങനെ ഒരുപാട് പേരുകൾ. പുതിയ പേരൊന്നും ഞാൻ പറയണില്ല. ഏതായാലും പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ലൗ നാദാ മുനാദിം മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്നൊരു അശരീരി വരികയാണെങ്കിൽ ഇന്ന അഹ്ലൽ അർളി കുല്ലഹും ഫിൽ ജന്ന ഇല്ലാ റജുലൻ വാഹിദാ, ഈ ലോകത്തുള്ള എല്ലാവരും സ്വർഗത്തിലാണ്, ഒരാൾ മാത്രമാണ് നരകത്തിൽ പോവാനുള്ളത്. അങ്ങനെ ഒരു വർത്തമാനം ആകാശ ലോകത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖിഫ്തു അനഹു, ആ മനുഷ്യൻ ഞാനായിരിക്കുമെന്നാണ് ഉമർ വിചാരിക്കുക. ഖത്താബിന്റെ മകനായ ഉമറിനെ കുറിച്ചാണ് ആ ശരീരി വന്നതെന്നാണ് ഞാൻ ചിന്തിക്കുക എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നരകത്തെ പേടിക്കേണ്ടത്. നരകാവകാശി നരകാവകാശി എന്ന് പറയുമ്പോ നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്നത് വേറെ കുറെ ആളുകളൊക്കെ ആയിരിക്കും. അല്ല, നരകാവകാശിയെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുമ്പോ നമ്മളെയാണ് നമ്മൾ ആ സ്ഥാനത്ത് നമ്മയാ സങ്കല്പിക്കേണ്ടത്. എന്നിട്ട് പേടിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരാള് ഒരു ദിവസം 3 തവണ നരകത്തെ പേടിച്ച്, അള്ളാഹുവേ നിന്റെ ശിക്ഷയുടെ സങ്കേതമായ നരകം എനിക്ക് തരരുതേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് കാക്കണമേ എന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ നരകം തന്നെ അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുമ്മ അജ്റുഹു മിന്നീ, നിന്റെ ശിക്ഷയുടെ സങ്കേതമായ എന്നെ കുറിച്ച് വല്ലാതെ പേടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലോ അയാൾ, അവനെ നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, അവനെ എനിക്ക് വേണ്ടനാഥാ എന്ന് നരകം അല്ലാഹുവിനോട് പറയുമെന്ന് നുണ പറയാത്ത നാവുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പതിവാക്കേണ്ട ഒരു ദുആയാണ്. മുഅ്മിനീങ്ങൾ പതിവാക്കേണ്ട ഒരുപാട് ദുആകൾ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട അധിക ദുആകളും നരകവുമായി ബന്ധപ്പെട്ടതാണ്. ആലു ഇംറാനിൽ ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിമാന്മാരുടെ ദുആ അതിലുണ്ട്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത ഫമാ ലിൽ ളാലിമീന മിൻ അൻസാർ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ. കാരണം എന്താ, നീ ഒരാളെ നരകത്തിൽ കടത്തിയാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല റബ്ബേ, അതുകൊണ്ട് നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണമേ. ബുദ്ധിമാന്മാരുടെ ദുആയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചു 201-ാമത്തെ ആയത്തിലൂടെ മുഅ്മിനീങ്ങളുടെ ഒരു ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അവിടെയുമുണ്ട് വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലേകണമേ. സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് മുഅ്മിനീങ്ങളുടെ കുറെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അവിടെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി, വല്ലദീന യഖൂലൂന, മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നവരാണ്, റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ ജഹന്നമിന് ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, ജഹന്നം ഞങ്ങളിൽ നിന്ന് തട്ടിക്കളയണേ റബ്ബേ. ഖുർആൻ പഠിപ്പിച്ച ഒട്ടുമിക്ക ദുആകളിലും നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന വാചകങ്ങൾ ഉണ്ട് എന്നത് മുഅ്മിനീങ്ങളെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദുആകളിൽ അത് ഉണ്ടാവണം. വെറും നമ്മുടെ കടം വീടാനും നമ്മുടെ മക്കളെ മംഗലം കഴിച്ച് അയക്കാനും നമുക്ക് നല്ല വീടുണ്ടാവാനുള്ള ദുആ മാത്രം പോരാ. പരലോകത്തെ ഓർത്ത് കരയണം, നരകത്തെ ഓർത്തുകൊണ്ട് കരയണം. നരകത്തെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീണാൽ, ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തത്തുള്ളിയുടെ അതേ സ്ഥാനമാണ് ആ കണ്ണുനീർ തുള്ളിക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്ന സമയത്ത് ഉറ്റി വീഴുന്ന രക്തത്തുള്ളി, ആ രക്തത്തുള്ളിയുടെ പ്രാധാന്യം എന്താ? അത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ നരകമില്ല, സ്വർഗമാ. ഓർമ്മയുണ്ടോ മഹാന്മാരായ സ്വഹാബികൾ? അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന കൊച്ചുകുട്ടികളുടെ ആനന്ദാതിരേകത്തോടെയല്ലേ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടിയത്? മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മൂത്തത്തി രണാങ്കണത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ യുദ്ധത്തിൽ സെയ്ദാണ് ആദ്യം നയിക്കേണ്ടത്. സെയ്ദ് കൊല്ലപ്പെട്ടാൽ പിന്നെ ജഅഫറാണ്, ജഅഫർ കൊല്ലപ്പെട്ടാൽ പിന്നെ അബ്ദുള്ളയാണ്, അബ്ദുള്ള കൊല്ലപ്പെട്ടാൽ പിന്നെ നാലാമത്തെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുക. യുദ്ധം ജയിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരിക. ലൈവ് ടെലികാസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ മുമ്പിലുള്ള അത്ഭുതം അതാണ്. നടക്കുന്ന കാര്യം അപ്പോൾ തന്നെ ലോകത്തിന് വിളിച്ചു പറയാ എന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്കുണ്ടായ നേട്ടം. ഇപ്പൊ ഈ പ്രസംഗം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ഒരുക്കിയ സംവിധാനത്തിലൂടെ കേൾക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള അത്ഭുതം അതാ. പക്ഷെ അതിനേക്കാളും വലിയ അത്ഭുതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈവായിട്ടുള്ളതല്ല, വരാൻ പോകുന്നത് ലൈവിനേക്കാളും ക്ലാരിറ്റിയോടുകൂടെ പറഞ്ഞു കൊടുത്തു. സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ എന്ന് പറഞ്ഞാൽ സെയ്ദ് കൊല്ലപ്പെടാനാണ് പോണത്, ചോറ് വയ്ക്കാൻ പോവില്ല. കൊല്ലപ്പെടാനാണ് സെയ്ദ് പോണത്. സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ, ജഅഫർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ പിന്നെ അബ്ദുള്ള, അബ്ദുള്ള റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ നാലാമത്തെ ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുക്കുക. ആ നാലാമന്റെ നേതൃത്വത്തിൽ നിങ്ങൾ വിജയിക്കുക. എന്നിട്ട് വിജയത്തിന്റെ പതാകയേന്തി മദീനയിലേക്ക് തിരിച്ചു വരിക. വരാൻ പോകുന്ന യുദ്ധത്തിന്റെ ഘട്ടങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. സ്വഹാബികളുടെ മനസ്സിലൂടെ ഓടുകയാണ്. സെയ്ദ് ഇതാ കൊല്ലപ്പെടാൻ പോകുന്നു, ജഅഫർ ഇതാ കൊല്ലപ്പെടാൻ പോകുന്നു, അബ്ദുള്ള ഇതാ കൊല്ലപ്പെടാൻ പോകുന്നു, ഷഹീദാവാൻ പോവുകയാണെന്ന് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. പക്ഷെ ആർക്കും പേടിയില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വിശുദ്ധമായ പതാക തന്റെ കയ്യിലെടുക്കുകയാണ്. ആ പതാകയുമായി ജഅഫർ ക്രീസിൽ ഇറങ്ങുമ്പോ മറ്റുള്ളവർക്കൊക്കെ വലിയ വിഷമമുണ്ട്. കാരണം എന്താ? അബുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ പിതാവെന്നാണ്. പാവപ്പെട്ടവരെ വല്ലാതെ സ്നേഹിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് വീടൊരുക്കി കൊടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട മഹാനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വല്ലപ്പോഴും ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ, പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഞങ്ങളുടെ മനസ്സിലൂടെ ആദ്യമേ ഓടി വരുന്നത് ജഅഫറിന്റെ പേരാണ്. ഒന്നുമില്ലെങ്കിലും ജഅഫറിന്റെ വീട്ടിൽ ചെന്നാൽ ഒരു ചീന്ത് കാരക്കയെങ്കിലും തരാതിരിക്കുകയില്ല. നെയ്യിന്റെ ഭരണി എടുത്തിട്ട് ആ ഭരണിയുടെ താഴ്ഭാഗത്ത് കിടക്കുന്ന ബാക്കിയുള്ള നെയ്യെങ്കിലും തരാതിരിക്കുകയില്ല. അതുകൊണ്ട് ജഅഫർ മദീനയിൽ അറിയപ്പെട്ടിരുന്നത് അബുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ പിതാവെന്നാണ്. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോകുമ്പോ നാട്ടുകാർക്ക് ദുഃഖം സ്വാഭാവികമാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ച് വാളുമേന്തിയിട്ടിറങ്ങുമ്പോ എല്ലാവർക്കും ദുഃഖമുണ്ട്. ദുഃഖമില്ലാത്തൊരാൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഏപ്രിൽ വെക്കേഷൻ വരുമ്പോ സ്കൂൾ ബീച്ചിലേക്കോ അല്ലെങ്കിൽ മൈതാനത്തിലേക്കോ കുട്ടികൾ ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ട് സന്തോഷത്തോടു കൂടെ ഓടി വരുന്നത് പോലെ വളരെ ഹാപ്പിയായി ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടും പാടിയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. യാ ഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ വബാരിദുൻ ശറാബുഹാ വറൂമു റൂമുൽ ഖദ്ദന അദാബുഹാ കഫീറത്തുൻ ബഈദത്തുൻ അൻസാബുഹാ علي إذ لاقيتها ضرابها.
മധ്യത്തിലേക്ക് ആനന്ദാതിരേകത്തോടെ ഇറങ്ങി വരുന്ന ഒരു കളിക്കൂട്ടിയെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഷഹീദാവാൻ ഉറപ്പിച്ചുകൊണ്ട് ജഅഫർ കടന്നു വരികയാണ്. ജഅഫർ ഷഹീദായി വീഴുകയാണ്. മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഇത്ര വലിയ സന്തോഷം ഉണ്ടാകണമെങ്കിൽ മരണത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണമല്ലോ. എന്താ കണ്ടത്? തന്റെ ശരീരത്തിൽ നിന്നൊരു ചോരത്തുള്ളി അള്ളാഹുവിന്റെ മാർഗത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് മതി നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ. അത് മതി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ. ആ രക്തത്തുള്ളി ഭൂമിയിൽ വീഴുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയാ. അവന് പിന്നെ ഖബറിൽ ചോദ്യമില്ല, മഹ്ശറയിൽ കാത്തിരിപ്പില്ല, പരലോകത്ത് ഹിസാബില്ല. അവന് സ്വർഗത്തിലേക്ക് പടച്ച തമ്പുരാനായി ആനയിച്ചു കൊണ്ടുപോവുകയാ. എന്നാൽ അതേ പ്രതിഫലം നമുക്ക് കിട്ടാൻ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട് ചെറുപ്പക്കാരാ. അതാരെയെങ്കിലും വെട്ടിക്കൊലപ്പെടുത്തുകയില്ല, എവിടെയെങ്കിലും ചെന്നിട്ട് ഫിത്നയുണ്ടാക്കുകയില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ? നരകത്തെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബിനെ ഓർത്തുകൊണ്ട് പൊട്ടിയങ്ങ് കരഞ്ഞു പോയാൽ, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണുപോയാൽ ആ കണ്ണുനീർ തുള്ളി നാളെ പരലോകത്ത് ഒരു ഷഹീദ് കാണിക്കുന്ന രക്തത്തുള്ളി പോലെ നമുക്ക് ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ.